അഖിലേ ഇപ്പം ആരുമില്ല, നല്ല സമയാ. ബാ പോവാ. ഈ ആ മതിലിൻ്റെ അവിടെ നിൽക്കുക പടക്കമായിട്ട്. ഞാൻ ഇതിലൂടെ അമലിൻ്റെ പേരേക്കും പോവും. ഈ എന്നെ അറിയില്ല, ഞാൻ എന്നെ അറിയില്ല. എന്നാ പോവല്ലേ? അമലേ, അമലേ, എവിടെ നീ? അമലേ, വാ വാ. ബൈക്ക് എവിടെ? വാ വാ. പട്ടിയുള്ള കാര്യം എന്താ പറയാ ഞാൻ? സൂപ്പർ ബൈക്കാണല്ലോ. ഈ വേഗം ബൈക്ക് എടുക്ക്, സമയല്ല. പടക്കല കുട്ടിയെ വേഗം വിട്ടോ. എടാ ഇജ എങ്ങടാ പോണേ? അല്ലടാ പടക്കം. അത് അവിടുന്ന് ഒരു കുട്ടീൻ്റെ ബലൂൺ പൊട്ടിയതാടാ. പടച്ചോനെ, പണി പണിനോ അച്ഛനാണല്ലോ വരുന്നേ. ആ ഈ എന്താ ഇവിടെ? അയ്യോ അമ്മേ, എന്താ ഈ ബൈക്ക് എങ്ങനെയാടാ സംഘടിപ്പിച്ചേ? അതൊക്കെ ഒരു മാജിക്കാടാ. ആ മാജിക് പറഞ്ഞോണ്ടാ. അമലിന്റെ അമ്മയെ സമ്മതിക്കണം. അതുപോലെ നിന്റെ അമ്മയും. ആ ഇപ്പൊ മനസ്സിലായി, രണ്ടുപേരും ഒത്തു കളിച്ചാലേ. അല്ലെങ്കിൽ ബൈക്ക് കിട്ടുമോ? എന്റെ അമ്മയും നിന്റെ അമ്മയും ഒന്നിച്ചു പെട്ട് നന്നായി. അതുകൊണ്ടല്ലേ ഈ വണ്ടി നമുക്ക് കിട്ടിയത്. അച്ഛൻ അറിയോ? ഇല്ല, അച്ഛൻ അറിഞ്ഞാ കൊല്ലും.
നിർത്തടാ വണ്ടി. ഒരു ബൈക്ക് പോവാണേ. ഉക്കറെ മുന്നിൽ നിന്ന് മാറി. നിങ്ങളങ്ങനെ പോണ്ട. വൈന്ന് മാറടാ. ഉക്കറെ നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇവനെ മതി. നിർത്തടാ. ഉക്കറെ ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ട. അടങ്ങ് നീ അടങ്ങ്. തുൽക്കറെ, ഞങ്ങൾക്ക് പകയോ വെറുപ്പോ ഒന്നുമില്ല. ഈ ലഹരി പദാർത്ഥങ്ങളാണ് നിന്നെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ആദ്യം നീ അത് എങ്ങനെയെങ്കിലും നിർത്തണം. നിർത്തണമെന്ന ആഗ്രഹമുണ്ട്. നിർത്തിയാൽ അവരെന്നെ കൊല്ലും. ആരാണവർ? എനിക്ക് തരുന്ന ഏജന്റുമാർ. ഞാൻ നിർത്തിയാൽ അവർക്ക് കച്ചവടം കുറയുമെന്ന് പറഞ്ഞു. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നമുക്കിതിന് ഒറ്റക്കെട്ടായി നേരിടാം. ഞങ്ങളെല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. സ്കൂൾ തുറക്കട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് വേദനിച്ചോ? എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പോയിക്കോളി. സ്കൂൾ തുറന്നിട്ട് കാണാം. പോലീസ് 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 പോലീസ്. എവിടെ എവിടെ എവിടെ? ഹലോ, എസ് ഐ എത്തിയിട്ടില്ല. എസ് ഐ മീറ്റിങ്ങിലാണ്. സാറിപ്പോൾ വരും, വന്നിട്ട് അറിയിക്കാം. ഓക്കെ സാറേ, എൻ്റെ കാര്യം എന്തായി? ഞാൻ പോട്ടെ. വെയിറ്റ് ചെയ്. സാറിപ്പോൾ വരും. ആ, സാറെത്തിയല്ലോ. റൈറ്റർ. സർ, എന്തായി സാർ മീറ്റിംഗ്? ഓ, ഒന്നും പറയണ്ട, പിടിച്ച് കുടഞ്ഞു കളഞ്ഞു. IPSൻ്റെ പവർ കാണിക്കുന്നതേ നമ്മളെപ്പോലുള്ളവരുടെ നെഞ്ചത്തല്ല സാറ്. എന്ത് ചെയ്യാൻ പറ്റും? ലീവ് ഇറ്റ്. ഇത് റിപ്പോർട്ട് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം, മറക്കരുത്. ഓക്കെ സാർ, റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടേ സാറിനെ കാണിക്കാം. ആ ആക്സിഡന്റ് കേസിന്റെ ടീം എത്തിയോ? എത്തി സാർ, ഞാൻ വിളിക്കാം. എടാ മക്കളെ, ഇങ്ങോട്ട് വരി. വാ. ശരി. ആ, 3 പേരും ഇങ്ങ് അടുത്തു വാ. എന്താണ് അതിന്റെ പേര്? അമൽ. നിന്നോട് പ്രത്യേകം ചോദിക്കണം. പേര് പറയടാ. ഷമീർ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? സാർ, മൈനേഴ്സ് അവർ. ഐ സി. പറ, ആരാണ് ബൈക്ക് ഓടിച്ചത്? ഞാനാണ് സാർ. ആരുടെയായിരുന്നു വണ്ടി? സാർ, ഞങ്ങളുടേതാണ് സാർ. മുന്നോട്ട് വരൂ. നിങ്ങളാരാ? അമലിൻ്റെ അമ്മയാണ്. ബുക്കും പേപ്പറും നിങ്ങളുടെ പേരിലാണോ? സാർ, അത് ചോദിച്ചത് മനസ്സിലായില്ല. സാർ, എൻ്റെ മകൻ്റെ പേരിലാണ്. നിങ്ങളിവരുടെ? ഇവള് എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ആർമിയിൽ അവിർദാറായിരുന്നു 20 വർഷം. രാജു, ഒരു ചെയറെടുക്ക്. വേണ്ട സർ, വേണ്ട വേണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല. മാഡം, മാഡത്തിന്റെ ഭർത്താവ്? കുവൈത്തിലാ സാറേ. അയാളെ വരുത്തേണ്ടി വരും. അയ്യോ, എന്തിനാ സാർ? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് അപകടം സംഭവിച്ചാൽ 25,000 രൂപ വരെ പിഴയും 3 വർഷത്തെ തടവും വാഹനോടമ അനുഭവിക്കേണ്ടി വരും. എന്താ സർ, ഈ കാര്യം നിങ്ങൾക്കറിയില്ലേ? അറിയാം സർ. നിങ്ങൾക്കോ? സാർ, അത് എന്നിട്ടാണോ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരുടെ കയ്യിൽ ബൈക്ക് കൊടുത്തു വിട്ടത്?
ഞാൻ കൊടുത്തതല്ല സാർ. പിന്നെ ബൈക്ക് കൊണ്ടുപോയത് ഞാൻ അറിഞ്ഞില്ല സർ. ഷെഡിൽ കിടന്ന ബൈക്ക് ആരും കാണാതെ കൊണ്ടുപോകാനുണ്ടായത്. ഇവളറിഞ്ഞിട്ടുണ്ട്. പക്ഷേ മകനോടുള്ള വാത്സല്യം കൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഇവളെ പോലെയുള്ള അമ്മമാരാണ് കുട്ടികളെ വഷളാക്കുന്നത്. വരും വരായ്മകളൊന്നും ഓർക്കാതെ അവരുടെ താളത്തിന് തുള്ളിക്കൊടുക്കും. 3 പേരും ചേർന്നാണോ ബൈക്ക് അടിച്ചു മാറ്റിയത്? ആരാണ് ബൈക്ക് എടുത്തത്? ഷമീറാണ് സർ. നിങ്ങൾ രണ്ടുപേരും ഒത്താശ ചെയ്തു കൊടുത്തു ഇല്ലേ? ആ ഓട്ടോ ഡ്രൈവർ വന്നിട്ടുണ്ടോ? ഞാനാണ് സർ. നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ, വണ്ടിക്ക് കാര്യപ്പെട്ടൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇനി അഥവാ പരാതി ഉണ്ടെങ്കിൽ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ആവില്ല. മൈനറായിട്ടുള്ള ആളുകൾ അപകടം വരുത്തിയാൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം തരില്ല. ആ ഓക്കെ സർ, ഒന്നും വേണ്ട സർ. എന്നാലൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് പോയിക്കോ. ആ ശരി സർ. ദൈവാധീനം കൊണ്ട് ഇപ്രാവശ്യം ഒന്നും സംഭവിച്ചില്ല. ഇവരോടിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും മരിക്കുകയോ വലിയ നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്താലുള്ള അവസ്ഥ നിങ്ങൾക്കറിയോ? അറിയോന്ന്? കോടതി വിധിക്കുന്ന ഏതൊരു നഷ്ടപരിഹാരവും കൊടുക്കാൻ വാഹന ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. നിന്റെയൊക്കെ തന്തമാർ നാട്ടിലും വിദേശത്തും കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊന്നും മതിയാവില്ല. വീടും പറമ്പും അമ്മയുടെ കെട്ടുതാലി പോലും വിറ്റാൽ കിട്ടുന്ന പണവും മതിയാകില്ല രക്ഷപ്പെടാൻ. മനസ്സിലായോ? ശരിയാണ് സാറ് പറഞ്ഞത്. ഷമീറിന്റെ കൂടെ ആരാ വന്നത്? ആരും എത്തിയിട്ടില്ല സർ. ഇവൻ എൻ്റെ അയൽവാസിയാണ്. ഇവന്റെ വാപ്പയും ഗൾഫിലായിരിക്കും അല്ലേ സാർ? അതെ സർ, ഖത്തറിലാണ്. ഗൾഫിലിരുന്ന് പണം സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കാനല്ലേ അവർക്കൊക്കെ പറ്റൂ. മക്കൾ എങ്ങനെയാണ് വളരുന്നത്, ഏത് വഴിയിൽ കൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്, ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം വീട്ടുകാർക്കില്ലല്ലോ. ചെറുപ്പത്തിൻ്റെയും പണത്തിൻ്റെയും തിളപ്പിൽ അവർ ചെയ്യുന്ന ഓരോ തോന്നിവാസവും ശ്രദ്ധിക്കാൻ വീട്ടുകാർക്കാവുന്നില്ല. അഥവാ അറിഞ്ഞാലും അതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ മാഡം? നിങ്ങളുടെ പിള്ളേർ 2, 3, 4 പേർ ചേർന്ന് ഒരു ബൈക്കിൽ കയറി മരണപ്പാച്ചിൽ നടത്തുമ്പോൾ അത് കണ്ട് ഊറ്റം കൊണ്ട് അഭിമാനത്തോട് തല ഉയർത്തി പൊങ്ങച്ചം കാണിക്കുന്ന നിങ്ങളൊന്ന് ഓർക്കണം. ഇവന്മാർ ഇടിച്ചു വീഴ്ത്തുന്നത് ഏതെങ്കിലും പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയായിരിക്കും. ഇന്നിവർ കൂട്ടുകാരുടെ ഒത്താശയോടെ ബൈക്ക് മോഷ്ടിച്ചു. നാളെ ഓരോ കുറ്റവാളിയും സൃഷ്ടിക്കുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയാണ്. കുട്ടികൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും നിങ്ങൾ അവഗണിക്കുന്നു. അവരെ പിന്തിരിപ്പിക്കാനോ തിരുത്താനോ ശ്രമിക്കുന്നില്ല. എന്താണ് ഇവരുടെ പേരിലുള്ള ചാർജ്? സർ, ട്രിപ്പിൾ ഡ്രൈവ്, ഡ്രൈവിംഗ് വിത്തൗട്ട് ഹെൽമെറ്റ്, ഡ്രൈവിംഗ് വിത്തൗട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, മൈനർ ഏജ് ഡ്രൈവിംഗ്, വെഹിക്കിൾ ആക്സിഡൻറ്റ്. മോഷണവും കൂടി ചേർത്തേക്ക്. കുറച്ചു കാലം ജുവനൈൽ ഹോമിൽ കിടന്ന് പഠിക്കട്ടെ. അയ്യോ സർ, ചതിക്കല്ലേ. എന്ത് ചതിക്കല്ലേന്ന്? നിയമം പാലിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാനാണ് ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റൂ. ഈ കാര്യത്തിന് വേണ്ടി ഇവിടെ വരേണ്ടി വന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ സർ, മക്കളായി പോയില്ലേ. ഇപ്രാവശ്യത്തേക്ക് എക്സ്ക്യൂസ് കൊടുക്കണം. മേലിൽ ഇവരുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് ഞാൻ ഏറ്റു. നീണ്ട 22 വർഷക്കാലം തൻ്റെ ജീവിതം നമ്മുടെ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു പട്ടാളക്കാരൻ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു. മേലിൽ ഇത്തരം അവസ്ഥയിൽ എൻ്റെ കൺമുന്നിൽ പെട്ടാൽ തൂക്കിയെടുത്ത് അകത്തിട്ട് നട്ടല് ഞാൻ ഒടിക്കും. മനസ്സിലാടാ? പോയിക്കോ. താങ്ക് യു സർ. അവരോടെ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ ഫൈൻ അടച്ചിട്ട് പോകാൻ പറ. മോനെ, അമ്മ ഇവിടെ? അമ്മ ഷമീറിന്റെ ഉമ്മേൻ്റെ അടുത്ത് പോയതാ. എവിടുന്നാ ഷൺമുഖേട്ടാ?
ആ പോകുന്നതാരാ? മാധവേട്ടൻ അത്തിപ്പാറയിലെ പേരക്കുട്ടികൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് ആക്സിഡൻ്റായി 3 ആൾ മരിച്ച്. ഇപ്പോൾ കേസിന് നടന്നു. അവസാനം കോടതി വിധി തന്നു 45 ലക്ഷം കൊടുക്കാൻ. ഉള്ള വീടും സ്ഥലവും വിറ്റു. ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. മാനസിക നില തെറ്റിക്കുക. എന്നാൽ ഞാൻ പോട്ടെ.